ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രോസറി വാങ്ങാൻ വേണ്ടി പോവാണ്. നാളെ ഒക്കെ വർക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ട്രിപ്പൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കേടുവന്ന് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുണ്ട്. നമ്മൾ പോകുന്നത് പ്രമാണിച്ചിട്ട് അധികം സാധനങ്ങളൊന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഉള്ളതുകൊണ്ട് ഓടിക്കായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ സാധനങ്ങൾ പോയി വാങ്ങാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ പകല് പോലെയാണ്, ഇരുട്ടാവാൻ രാത്രി 10 മണിയാവും. 10 മണി വരെ വെളിച്ചുണ്ടാവും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? പാരീസിലത്തെ വീഡിയോസും ആംസ്റ്റർഡാമിലത്തെ വീഡിയോസൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വ്ളോഗ് ഇടുക. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം വാങ്ങുന്ന ബാഗ് എന്ന് പറയുന്നത്. യെസ്, ട്രോളി. ഇതിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് അരിയൊക്കെ വാങ്ങാൻ ഉണ്ടെങ്കിൽ ഇത് മതി. നമ്മളിപ്പോൾ പോകുന്നത് ടെസ്കോയിലാണ് കേട്ടോ. എനിക്ക് കൂടുതലും സാധനം വാങ്ങാനുള്ളത് ടെസ്കോന്നാണ്. പിന്നെ നമുക്കിവിടെ അടുത്ത് ശക്തി ഉണ്ട്. എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങോട്ട് മാറിയപ്പോൾ ഇവിടെ ശക്തി ഉള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മുന്നേ പോയിരുന്നത് ഈസ്റ്റാമിലായിരുന്നു, നമ്മുടെ കേരളത്തിലെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്. അപ്പോൾ അതിൻ്റെ വീഡിയോനെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇപ്പോൾ അത് ഞങ്ങളുടെ ഇപ്പോൾ ഈ താമസം മാറിയ സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. ലൈറ്റ് പോകുന്നു മേലെ കൂടെ. അപ്പോൾ ഇതാ നമ്മൾ വലിയ കാര്യത്തിൽ വന്നപ്പോഴത്തേനും ടെസ്കോ ക്ലോസായി. ഞാൻ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷേ ടെസ്കോ ക്ലോസായ കാരണം നമ്മൾ നേരെ ഇവിടെ പോയി ശക്തിയും ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആ ടൈമിൽ അറിയുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് നേരത്തെ ക്ലോസ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ അവിടുന്ന് 2-3 സാധനങ്ങളൊക്കെ എടുത്തു, കറിവേപ്പിലൊക്കെ. അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാനായതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. ആവശ്യമുള്ള 1-2 സാധനം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചന്ദ്ര സ്റ്റോർ ഉണ്ട്. കുറച്ച് കത്തിയാണ്, എന്നാലും നമുക്ക് നാളെ വർക്കുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും വാങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചന്ദ്ര സ്റ്റോറിൽ വന്നിട്ട് പാലും അങ്ങനത്തെ കുറച്ച് ദോശമാവ് അങ്ങനത്തെ ഒക്കെ നോക്കി എടുത്തു. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരാണ്. ടെസ്കോ നോക്കിയപ്പോൾ ടെസ്കോ ക്ലോസ്ഡ് ആണ്, സെയിൻസ്ബറിയൊക്കെ ക്ലോസ്ഡ് ആണ്. ഒരുപാട് ഷോപ്പിൽ നിന്ന് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ശക്തിയിൽ പോയിട്ട് കുറച്ച് സാധനം എടുത്തു അവിടുന്ന്. അപ്പോഴത്തേനും അവരും ക്ലോസ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര ഹറിബറി, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നിവിടെ മാച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നത് ഷോപ്പെല്ലാം നേരത്തെ ക്ലോസ് ആയത്. പിന്നെ അത് സൺഡേ ആണ്. സാധാരണ സൺഡേ അങ്ങനെ നേരത്തെ ക്ലോസ് ചെയ്യാറൊന്നുമില്ല. ടെസ്കോക്ക് 10 മണി 11 മണി വരെ ഉണ്ടാവാറുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, നേരത്തെ ക്ലോസ് ആയി. നമുക്ക് 1 വീക്കിലോട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലത്തിന് അത് മതി. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് കൊണ്ടിടാൻ പോവാണ്. നമുക്ക് നമ്മുടെ ഓണറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് വേസ്റ്റ് ഇടുന്ന സ്പേസ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് വേസ്റ്റ് ഇടുന്നത്. എല്ലാ വീക്കിലും നമുക്ക് സൺഡേ ആണ് കേട്ടോ വരുന്നത്. നമ്മൾ ആദ്യം താമസിച്ചു കൊടുത്ത് നമുക്ക് വെനസ്ഡേ ആയിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് താമസം മാറിയപ്പോൾ സൺഡേ ആണ്. സൺഡേ നമ്മൾ കൊണ്ടുവെക്കും, മൺഡേ ആണ് അവർ പിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് വരാം. അങ്ങനെ ഞാൻ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് വന്നു. എന്നിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ആ ട്രോളിയിൽ നിന്ന് മാറ്റി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിലേക്കും അതുപോലെ തന്നെ സ്റ്റോറേജ് ബോക്സിൽ വെക്കാനുള്ളതൊക്കെ അങ്ങനെ മാറ്റി ഞാൻ വെക്കുകയാണ്. അപ്പം ഞാൻ അതാ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. ഫ്രിഡ്ജ് ഞാൻ വന്ന ടൈമിൽ തന്നെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മിൽക്ക് ഞാൻ വന്ന ടൈമിൽ വാങ്ങിയതാണ്. ഓൾമോസ്റ്റ് അത് കഴിയാനായി.
പിന്നെ ഇതാ ഞാൻ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴുകാറില്ല ഇങ്ങനെ വെക്കുമ്പോൾ, കാരണം പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ എപ്പോഴാണോ എടുക്കുന്നത് ആ ടൈമിലാണ് കേട്ടോ വാഷ് ചെയ്യാറ്. വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചു. ദോശൻ്റെ മാവ് ഞാൻ ഇതുപോലെയാണ് വെക്കുക. പിന്നെ യൂസ് ചെയ്യാൻ നേരത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ബോക്സിലാക്കി വെക്കും. പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ ഞാൻ കഴുകുന്നില്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടൈമിൽ കഴുകും. അതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചു. പിന്നെ പച്ചമുളകിൻ്റെ തണ്ട് ഇതുപോലെ ഒടിച്ച് വെച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് നാൾ കേടുകൂടാണ്ട് നിൽക്കും. പിന്നെ അത് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ലഞ്ചിന് ഉണ്ടായിരുന്നത് നമുക്ക് ക്യാരറ്റ് ഉപ്പേരി, അതുപോലെ തന്നെ ഉണക്ക ചെമ്മീൻ ഫ്രൈ ചെയ്തത്. ഇതിൻ്റെ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അയില മുളകിട്ടത്, ഇത് ഞാൻ വേറൊരു സ്റ്റൈലാണ് വെച്ചിട്ടുള്ളത്. കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ സാധാരണ അങ്ങനെ വെക്കാറില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വഴുതനങ്ങ ഉപ്പേരി, പിന്നെ ചോറ്, ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് ബാക്കി വന്നതൊക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. എന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുകയാണ്. രാത്രി ഞങ്ങളങ്ങനെ ചോറ് കഴിക്കലില്ല കേട്ടോ. അപ്പോൾ നാളത്തേക്ക് ഉച്ചക്ക് ഈ ചോറ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചത്. ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് കേട് വരും ചോറൊക്കെ. ഞാൻ അത്യാവശ്യം വേവിക്കുന്നുണ്ട് ചോറ്, അപ്പോൾ പുറത്ത് വെച്ച് എന്തായാലും കേട് വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഈ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതാണ് ലാസ്റ്റ് കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം സ്പേസ് ഇല്ല ഇവിടെ, അപ്പോൾ ആദ്യം ചെറിയ പാത്രങ്ങൾ കഴുകാമെന്ന് വിചാരിച്ചു. പാത്രം കഴുകി വെച്ചതിന് ശേഷം ഞാനിതാ ഇരുന്നിട്ട് ഒരു പാർസൽ ഉണ്ടായിരുന്നു, അത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. എൻ്റെ അടുത്തിരുന്നിക്ക് ഫുട്ബോൾ കളി കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്കൊക്കെ ബ്ലോക്ക് ആവില്ലേ, അപ്പം അതിലൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലാണ്. അപ്പോൾ അതിൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്കില്ലേ, വാഷ്റൂമിലത്തതോ കിച്ചണിലത്തതോ അത് ചില സമയത്ത് ബ്ലോക്ക് ആവുമല്ലോ. അപ്പോൾ ആ ബ്ലോക്ക് ആവുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ കെമിക്കൽസ് ഇവിടെ വാങ്ങാൻ കിട്ടും. അത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ചെറിയ ബോട്ടിലൊക്കെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്തുള്ള സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പ്ലംബറെ വിളിക്കാനൊന്നും ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ പറ്റിയപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഹോട്ട് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലിയർ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പം ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് അടുത്തതായിട്ട് ഞാൻ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും പോപ്കോൺ ഇഷ്ടമാണ്. ഇത് ഞാൻ ടെസ്കോന്ന് വാങ്ങിച്ച പോപ്കോണാണ്. കുറച്ച് ഉപ്പും ബട്ടറും ഇട്ടിട്ട് ഞാനൊന്ന് പോപ്കോൺ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.